ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ക്രിസ്മസ് ദിനങ്ങളിൽ അതിനോടനുബന്ധിച്ച വായനകളിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. വചനം ഭക്ഷണവും പാനീയവുമായി തീരുകയാണ്. ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1, സക്കറിയായുടെ പ്രവചന ഗീതം. അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ഇസ്രായേലിൽ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുൾ ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്ന്, നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനത്തിനുള്ള രക്ഷകനെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉദയത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. സക്കറിയായുടെ പ്രവചന ഗീതം. ഇത് നമുക്ക് നീയോ കുഞ്ഞ് അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ പ്രവാചകൻ. നമ്മൾ ധ്യാന ഗുരുക്കന്മാർ, അതുപോലെ കൗൺസിലിംഗ് ശുശ്രൂഷകൾ, ധ്യാന കേന്ദ്രത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ സിസ്റ്ററിനെയൊക്കെ കോൺവെൻറ്റിൽ, ഇവിടെ സിസ്റ്റർ ഇപ്പോൾ ആയിരിക്കുന്ന കോൺവെൻറ്റിൽ അവർ ഇങ്ങനെ ഒരു വാക്കിടയ്ക്ക് ഉപയോഗിക്കും. പ്രവാചകൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രവാചകൻ ഇത് ചെയ്യണം എന്നൊക്കെ ഓരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ധ്യാനഗുരു അങ്ങനെ ചെയ്യാൻ പാടില്ല, ധ്യാനഗുരു അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ധ്യാനഗുരു അത് പൊയ്ക്കൊള്ളണം, ധ്യാനഗുരു അത് ചെയ്യണം, ധ്യാനഗുരു ആണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്നാപയോഹനനെ ഓർത്ത് പോവാണ്. കർത്താവിൻ്റെ അല്ലയോ കുഞ്ഞെ നീ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുമ്പോൾ സ്നാപയോഹന്നാൻ നമുക്കറിയാം, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും അങ്ങനെയാണ് കർത്താവ് വിശേഷം തന്നെ സ്നാപയോഹനാന് കൊടുത്തതാണ്. അത്രയും പുണ്യപൂർണത, അത്രയും യേശുവിൻ്റെ ശബ്ദമായിട്ട് മുൻപേ അയക്കപ്പെട്ട ഒരു പ്രവാചകൻ. കർത്താവിന് വഴിയൊരുക്കുവിൻ. ഇത് തന്നെയാണ് ഞാനും നിങ്ങളെല്ലാവരും പറയുന്നത്. കർത്താവിന് വഴിയൊരുക്കുവിൻ, കർത്താവിൻ്റെ പാത നേരെയാക്കുക, വഴിയൊരുക്കുക. കർത്താവിന് വേണ്ടിയുള്ള പാത നമ്മൾ ഹൃദയത്തിൽ, ജീവിതത്തിൽ നേരെയാക്കുകയും വഴി വെട്ടിത്തെളിച്ച് ഉപേക്ഷിക്കേണ്ടവയൊക്കെ ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടവയൊക്കെ സ്വീകരിച്ച് നമ്മുടെ ജീവിതം കർത്താവിന് വഴിയൊരുക്കാനുള്ള ഒരു ജീവിതമാണ്. എന്നും ഈ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം ഇവിടെ എഴുന്നള്ളി ഈ തിരുശരീരം തിരുരക്തമായിട്ട് നമ്മുടെ മാറുകയാണ്. യേശുവിൻ്റെ ദൈവ ആലയമായിട്ട് നമ്മൾ മാറുകയാണ്. യേശുവിന് വസിക്കാനുള്ള ആലയമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ചിന്തകളോടെ പരിപൂർണ വിശുദ്ധിയിൽ ഒരു പാപം പോലും ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാതിരിക്കത്തക്ക വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ഭാഗം ഇന്നേ ദിവസം വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ, വിഷൻസ്, അതുപോലെ നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരോട് പ്രഘോഷിക്കാനുള്ള ഓരോ സന്ദേശങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാം. ആമേൻ.